അറ്റ്ലസ് എന്ന അന്താരാഷ്ട്ര തിങ്ക് ടാങ്ക് നെറ്റ്വർക്കിലെ ടോം ജെ പാമറും മാറ്റ് വാർണറും ചേർന്നെഴുതിയ ഡെവലപ്മെൻറ്റ് വിത്ത് ഡിഗ്നിറ്റി എന്ന പുസ്തകത്തിൻ്റെ മലയാള തർജ്ജമ ഇ-ബുക്ക് രൂപത്തിൽ CBPR പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. വികസനം അന്തസ്സിലൂടെ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ വിവർത്തകയാണ് ഞാൻ. പേര് ഷെർലിൻ റഫീഖ്. 2 പ്രധാന ആശയങ്ങളാണ് ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, ആധുനിക അന്തസ്സ് സങ്കല്പം വികസനത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. 2, പ്രാദേശിക പ്രശ്നങ്ങൾക്ക് പ്രാദേശിക പരിഹാരങ്ങൾ ആവശ്യമാണ്. മുഹമ്മദ് ബൗസീസി എന്ന ടുണീഷ്യൻ തെരുവ് കച്ചവടക്കാരൻ്റെ ജീവിതകഥയിൽ നിന്നാണ് ഈ പുസ്തകം തുടങ്ങുന്നത്. അധികാരികളുടെയും പോലീസിൻ്റെയും നിരന്തര പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്ന ബൗസീസി ഒടുവിൽ നിവൃത്തിയില്ലാതെ ഗവർണർ ഓഫീസിന് മുന്നിൽ സ്വയം തീ കൊളുത്തി ആത്മാഹുതി ചെയ്യുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ഇദ്ദേഹത്തിൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു: മുഹമ്മദിന് അപ്പത്തേക്കാൾ വലുതായിരുന്നു തൻ്റെ അന്തസ്സ്. വികസനത്തിൻ്റെ ആണിക്കല്ലായി പൊതുവെ കരുതപ്പെടുന്ന ജനാധിപത്യം, സമ്പത്ത്, സംരംഭം, വ്യാപാരം, ഒപ്പം മാനുഷിക മൂല്യങ്ങളായ നീതി, സമത്വം, സ്വാതന്ത്ര്യം ഇവയേക്കാൾ ഉപരി അന്തസ്സ് എങ്ങനെ വികസനത്തെ സ്വാധീനിക്കുന്നു എന്ന് പാമറും വാർണറും ഈ പുസ്തകത്തിലൂടെ സമർത്ഥിക്കുന്നു. അപ്പോൾ എന്താണ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതിനെ റീഡിഫൈൻ ചെയ്യുന്ന ഒരു പുസ്തകം കൂടിയാണ് ഇത്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന വിഷയം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അതിൽ പല കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്നാലും അടിസ്ഥാനപരമായി ഡിഗ്നിറ്റി, അതായത് അന്തസ്സോടുകൂടി നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് ഈ ഓതേഴ്സ് ചൂണ്ടിക്കാണിക്കുന്നത്. ഡിഗ്നിറ്റി എങ്ങനെ ഡെവലപ്മെൻറ്റിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യവും ഈ പുസ്തകം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഡിഗ്നിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഓതർമാരെ സംബന്ധിച്ചിടത്തോളം റെസ്പെക്റ്റ് അഥവാ നമുക്ക് ബഹുമാനം ആളുകൾ മറ്റുള്ളവരിൽ നിന്നും കിട്ടുക, മാത്രമല്ല ഹ്യൂമിലിയേഷൻ ഇല്ലാണ്ട് നമുക്ക് സെൽഫ് റിലയൻസ്, അതായത് സ്വയം പര്യാപ്തത പ്രാപിക്കാൻ പറ്റുക എന്നുള്ള ഈ 2 ഐഡിയാസിൽ നിന്നാണ്. അപ്പം ബഹുമാനം നമുക്ക് ആളുകളുടെ നിന്ന് കിട്ടുക എന്ന് ഉദ്ദേശിച്ചത് സ്റ്റേറ്റിൽ നിന്നും പിന്നെ നമ്മുടെ കൂടെ സഹവസിക്കുന്ന ബാക്കി ആളുകളുടെ അടുത്തും നമുക്ക് ബഹുമാനം കിട്ടുക. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരണമെങ്കിൽ നമ്മളെ താഴ്ത്തി ചവിട്ടാതിരിക്കുകയും നമ്മളെ ഹ്യൂമിലിയേറ്റ് ചെയ്യാതെയും ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. ഡിഗ്നിറ്റി എന്ന് പറയുന്ന സാധനം ഡെവലപ്മെൻറ്റിലേക്ക് എത്തുന്നത് ഒരു റൂട്ട് ഇവർ പറയുന്നത് ആന്ത്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യം, എൻ്റർപ്രൈസിംഗ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൻ്റെ ക്രിയേഷൻ എന്നീ ഒരു കോൺസെപ്റ്റിലൂടെയാണ്. ഇത് ബോമോൾ എന്ന് പറയുന്ന ഇക്കോണമിസ്റ്റിൻ്റെ ഒരു ഐഡിയയിൽ നിന്നാണ് വാർണറും നമ്മുടെ പാമറും എടുത്തിരിക്കുന്നത്. ആന്ത്രപ്രണർഷിപ്പിനെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു രാജ്യത്ത് എല്ലാ ആളുകളും ആന്ത്രപ്രണോറിയൽ എബിലിറ്റീസ് ഉള്ള ആളുകളാണ് എന്നാണ് ഇവർ പറയുന്നത്. അതിനെ യൂണിവേഴ്സൽ ആന്ത്രപ്രണർഷിപ്പ് എന്നാണ് ഇവർ വിളിക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം കാണാൻ നമ്മൾ തന്നെ എഫേർട്ട് ഇടുന്നു എന്നും നമ്മൾ തന്നെ പലതിനും പരിഹാരം കാണുന്നു എന്നുള്ളതും ഇവർ വ്യക്തമാക്കുന്നു. എന്നാൽ ഇതെല്ലാം ഒരു ഇന്നോവേഷനായി മാറാൻ പലപ്പോഴും സാഹചര്യങ്ങൾ നമ്മളെ സമ്മതിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സൊസൈറ്റി, സമൂഹം തന്നെ മാറിയാൽ മാത്രമേ ഈ ഒരു മാറ്റം നമുക്ക് കൈവരിക്കാൻ പറ്റുകയുള്ളൂ. സാമൂഹികമായ മാറ്റം വരുത്താൻ സഹായിക്കുന്ന വേറൊരു സെറ്റ് ഓഫ് ആളുകളാണ് ഇതിനകത്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആന്ത്രപ്രണേഴ്സ് എന്ന് ടോം പാമറും മാറ്റ് വാർണറും വിളിക്കുന്നത്. ഇത് ലോക്കൽ ഏരിയ, അവരുടെ തന്നെ, അതായത് യൂണിവേഴ്സൽ ആന്ത്രപ്രണേഴ്സിൻ്റെ അതേ ഏരിയയിൽ തന്നെ താമസിക്കുന്ന, അതേ രാജ്യത്ത് തന്നെ താമസിക്കുന്ന ആളുകളെ തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആന്ത്രപ്രണേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആന്ത്രപ്രണേഴ്സും യൂണിവേഴ്സൽ ആന്ത്രപ്രണേഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നത് ലിബറൽ ഡെമോക്രസിയിലും കൂടി ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ പറയുന്ന സാമൂഹിക മാറ്റം വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ നടന്നിട്ടുള്ള ചേഞ്ചസിൻ്റെ ഒരുപാട് കേസ് സ്റ്റഡീസും ഈ പുസ്തകം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലും വിദേശത്തുമായിട്ട് നടന്നിട്ടുള്ള ഒരുപാട് കേസസ് ആണ് ഈ പുസ്തകത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്കൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഈ 2 എഴുത്തുകാരും റേസ് ചെയ്യുന്നുണ്ട്. ആ ചോദ്യം ഇതാണ്: ഗ്ലോബൽ നോർത്തിന് ഗ്ലോബൽ സൗത്തിനെ എത്ര നാൾ ഫോറിൻ എയ്ഡ് വഴിയൊക്കെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും? ഗ്ലോബൽ നോർത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഡെവലപ്ഡ് രാജ്യങ്ങളും ഗ്ലോബൽ സൗത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഡെവലപ്പിംഗ് രാജ്യങ്ങളുമാണ്. ഈ ചോദ്യത്തിന് പ്രസക്തി വരുന്നത് ഡെവലപ്മെൻ്റ് എന്നുള്ള വിഷയത്തിനെ പറ്റി ഉള്ള ചർച്ചയിൽ തന്നെയാണ്. എന്തുകൊണ്ടും വായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പുതിയ കാഴ്ചപ്പാട് ഡെവലപ്മെൻറ്റിനെ പറ്റി തരുന്ന ഒരു പുസ്തകം തന്നെയാണ് ടോം പാമറുടെയും മാറ്റ് വാർണറുടെയും ഡെവലപ്മെൻറ്റ് വിത്ത് ഡിഗ്നിറ്റി എന്ന് പറയുന്ന ഈ രചന. കൊച്ചു ജീവിത കഥകളിലൂടെ പലപ്പോഴും നാം ശ്രദ്ധിക്കാതെ പോകുന്ന, എന്നാൽ ശ്രദ്ധ അർഹിക്കുന്ന സാധാരണക്കാരുടെ ജീവിതങ്ങളിലൂടെ, ഒപ്പം സാമ്പത്തിക ശാസ്ത്രം, സാമൂഹിക ശാസ്ത്രം,
നരവംശാസ്ത്രം, രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ, വികസന പഠനം തുടങ്ങി വിവിധ പഠനശാഖകളും കോർത്തിണക്കി വികസന മന്ദസിലൂടെ എന്ന ആശയം ലളിതമായും മനോഹരമായും ഈ പുസ്തകം അവതരിപ്പിക്കുന്നു. ഈ ബുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാം.